നന്നാവുന്നില്ലേ നന്നാവുന്നില്ലേ നന്നാവുന്നില്ലേ. നന്നായപ്പോ ദൈവം ഇങ്ങനെ ഒരു വിധിയാണല്ലോ അവനെ കൊടുത്തത്. കരഞ്ഞിട്ടെന്താ തിരക്കിപ്പോയവരെ കാണുന്നില്ലല്ലോ. എന്താണ് വിവരം അറിയാൻ നിവൃത്തിയില്ലല്ലോ എന്റെ ദൈവമേ. കരയാതെ 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 മക്കള് കരയണ്ട. കാണാനായിട്ട് അല്ല, സമാധാനപ്പെട്. അവന്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ല, സാരമില്ല. അല്ല, മതിലിടിച്ചത് ഭാഗ്യം. അല്ല, വണ്ടിയായിട്ടായിരുന്നെങ്കിൽ അവന്റെ കഥ അപ്പൊ തീർന്നില്ലായിരുന്ന. ഇങ്ങനെ കിടക്കുന്ന എന്റെ ദൈവമേ, ഞാൻ കിടക്കും. കനകാരി വിളിച്ചു നോക്കിയാണ്. ക്ലീറ്റസ് അല്ലേ ഇത്? എടാ, നീ ആശുപത്രിയിലെന്ന് പറഞ്ഞ് ഞാൻ എന്തോന്ന് എന്തിനാ ഈ പെണ്ണ് കരയണ്? കണ്ടോടി തലല്ലാണ്ട തല തെറിച്ചു പോയി. ആ മതിലിടിച്ചിട്ട് വണ്ടി. എന്തോന്ന് വണ്ടി അവിടെ വണ്ടി ഒന്നും അവിടെ എടുക്കാൻ പറ്റില്ല. ആകെ ഫ്രണ്ടൊക്കെ ഞെണിങ്ങിട്ട് കുത്തിയിട്ടാ നിക്കണ്. വണ്ടിയൊക്കെ ആകെ തവിട് കൂടെയമ്മ. അപ്പൊ നമ്മുടെ വണ്ടി അല്ലായിരുന്നു അത്? നമ്മുടെ വണ്ടി തന്നെ. നമ്മുടെ വണ്ടി അല്ലാതെ പിന്നെ എന്തിനാ അവൻ വണ്ടി ഓടിച്ചാലല്ലേ? പിന്നെ ആര് വണ്ടി ഓടിച്ചത്? എന്റെ അമ്മ. ഇവ ഓട്ടോ ഓടിക്കാനൊന്നും പറഞ്ഞു വിടുന്ന രാവിലെ വണ്ടി എടുത്ത് പോകില്ലേ? വണ്ടി അവിടെ കൊണ്ടിട്ട് പോകാൻ പാർട്ടി ഓഫീസിൽ പോയിരിക്കാണ്. ഏതോ ഒരു അന്തോ ഒന്നും ഇല്ലാത്ത ഒരുത്തന്റെ അടുത്ത് ചാവിയും കൊടുത്തിട്ട് വണ്ടി വിട്ടിട്ട് ഇപ്പൊ വണ്ടി ഏതൊരു മതിലിൽ പോയിടിച്ചിരിക്കുകയാണ്. അവനാണ് കള്ളും കുടിച്ചിരുന്നു. ഇപ്പൊ മതിലൊക്കെ ആകെ പൊളിഞ്ഞു കിടക്കുകയാണ് എല്ലാ ദിവസവും. എന്നിട്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട് അവൻ കൊണ്ട് തരുന്ന പൈസ എന്നാണ് ഈ 150 രൂപ എനിക്ക് ഇവിടെ കൊണ്ടുതരുന്നത്. എത്ര ലക്ഷം രൂപ കൊടുത്താണ്ട് ഈ വണ്ടി വാങ്ങിച്ചത്? എന്റെ പൊന്നു ക്ലീറ്റസ്, നീ നന്നാവില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്റെ ചേച്ചി വണ്ടിയുടെ കാശ് മാത്രമാണെങ്കിൽ പോട്ടെ, ആ ഇടിച്ചു പൊളിഞ്ഞ മതില് നേരാക്കി കൊടുക്കണമെങ്കിൽ കാശ് എത്ര വേണമെന്ന് വിചാരം? 3 സീരിയസ് ആയിട്ടാണ് കിടക്കുന്നത്. ഇന്നെ കാശ് എത്ര ചെലവായി? ഇനി ബാക്കി ചികിത്സ കൂടി വരുമ്പോഴോ ഏതെങ്കിലും ഒരുത്തന്റെ കാറ്റ് പോയി കഴിഞ്ഞാണ്ടല്ലോ അങ്ങനെ ആകെ പിടുത്തം വിടും. കുടുംബം വെക്കേണ്ടി വരും. ഒരു 2-2 ലക്ഷം റുപ്യ എന്റെ എന്തായാലും പോകും. ഇനി നീ ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങണ്ട. ഉള്ള ആഹാരം വെച്ച് ഇവിടെ ഉള്ള ആഹാരമില്ല. അമ്മക്കായിരുന്നല്ലേ വലിയ ദണ്ണം. ഞാനൊന്നും സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഞാൻ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടമ്മ? ഞാനത് കേൾക്കണം. നന്ദി ഉണ്ടെങ്കിൽ ഈ പരിപാടി ചെയ്യൂ. എന്നെ മേല എന്നെ വിളിക്കരുത് ഇവന്റെ ഒരു കാര്യത്തിന്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ കരഞ്ഞോണ്ട് അവളെ എന്റെ അടുത്തോട്ട് വരും. എന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നല്ല. എത്ര പൈസ ഞാൻ അവിടുന്ന് ഇവിടുന്ന് വാങ്ങിച്ചിട്ടാണ് ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തത് ഇല്ലേ? 1.5 ലക്ഷം രൂപ ഓട്ടോറിക്ഷ. ഇനി ആ മതിൽ കെട്ടണമെങ്കിൽ 19,000 രൂപ വേണം. ആരും എടുക്കുന്ന വിചാരിച്ചിട്ടാണത്? തെമ്മടുത്തന്നെ അടിക്കുന്ന കണക്ക് വേണ്ടേ? എന്നെ പറയിപ്പിക്കാനായിട്ട് തന്നെ. എന്നോട് ഞാനൊരു കാര്യം പറയാം. ഇനി ഇവന്റെ പേരും പറഞ്ഞിട്ട് നീ എങ്ങനെ എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം നിനക്ക് മനസ്സിലാവും. മനുഷ്യനെ ക്ഷമിക്കാൻ അതിരില്ലേ? ആ കളിക്കാൻ നിൽക്കാണ്. നിനക്ക് അവനെ വേണമെങ്കിൽ എവിടെ കൊണ്ടുവരണേ? എന്നിട്ട് 3 നേരം തിന്നാൻ കൊടുക്ക്. അവന്റെ ഷർട്ട്. എന്റെ പൊന്നു മോനെ, ദയവ് ചെയ്ത് നീ വീട്ടിന് വെളിയിൽ ഇറങ്ങരുത്. നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നീ എന്നോട് പറ. ഞാൻ നിന്റെ കാലിൻ്റെ അടിയിൽ കൊണ്ടുവച്ച് തരാം. നീ എനിക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും അത്.